സൂക്ഷ്മജീവികൾ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് എങ്ങനെയെല്ലാമാണ്? വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, വായുവിലൂടെ, ജീവികൾ വഴി. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധി. ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയവ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പകർച്ചവ്യാധികളാണ്. പകരുന്ന രീതികൾ: വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നവയാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന പകരുന്നതാണ് ചെങ്കണ്ണ്, കുഷ്ഠം. ഡ്രൈ ഡേ ആചരണം: കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടം, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് തുടങ്ങിയവയിലെയും ചെടിച്ചട്ടിയിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും കെട്ടിനിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ ആചരണം. പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും വൃത്തിയാക്കി ഓടകൾ ശുചിയാക്കൽ എന്നിവയും കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്. രോഗം പകരുന്ന രീതി: എടുക്കാവുന്ന മുൻകരുതൽ: കൊതുക് മുഖേന മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക. ഡ്രൈ ഡേ ആചരണം മുതലായവ. ഈച്ച മുഖേന വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക. ജലം, ആഹാരം എന്നിവയിലൂടെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പഴകിയ ആഹാരവസ്തുക്കൾ കഴിക്കാതിരിക്കുക. സമ്പർക്കം വഴി രോഗബാധിതരുമായി മറ്റുള്ളവരെ അധികം സഹവസിക്കാതിരിക്കുക. വായിലൂടെ മാസ്ക് ധരിക്കുക. അകലം പാലിക്കുക. സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ: ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയയും ഫംഗസിൻ്റെയും പ്രവർത്തന ഫലമാണ്. ഇത് ഭൂമുഖത്തെ ശുചിയാക്കുന്നതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങളും നൽകുന്നു. കൂടാതെ പാല് തൈരാക്കുന്നു. അരിമാവ് പുളിപ്പിക്കുന്നു. അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു. വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു.